മീഡിയ ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് എം എൻ. US-ലെത്തുന്ന നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ്. കേരളത്തിലെ ആവശ്യമായ എയിംസ് ഹോസ്പിറ്റൽ പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ പുതിയ സമ്പർക്ക പട്ടിക പുറത്തുവിട്ടു. 80 പേർ പുതുതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതോടെ ആകെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 255 ഇതിൽ 77 പേർ ആശുപത്രി പ്രവർത്തകരാണ്. 171 പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും 84 പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 128 പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളത്. വനിതാ ഡോക്ടറുടെ കൊലപാതകം മുൻ പ്രിൻസിപ്പലിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി. നിപ്പ ഭരണവുമായി ബന്ധപ്പെട്ട് അതിർത്തികളിൽ കർശന പരിശോധനയ്ക്ക് ഉത്തരവിട്ട് തമിഴ്നാട് സർക്കാർ. 24 മണിക്കൂറും ആരോഗ്യ പ്രവർത്തകർ അതിർത്തികളിൽ പരിശോധന നടത്തും. നീലഗിരി, കോയമ്പത്തൂർ, തിരുപ്പൂർ, തേനി, തെങ്കാശി, കന്യാകുമാരി അതിർത്തികളിലാണ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചതയം ജലോത്സവം. പള്ളിയോടങ്ങൾ കൂട്ടിയിടിച്ച് തൊഴിൽച്ചിൽക്കാരൻ മരണപ്പെട്ടു. ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് ഗുണ്ടൽപ്പെട്ടിൽ മലയാളി ദമ്പതിമാർക്കും മകനും ദാരുണാന്ത്യം. തിരുവനന്തപുരം ആനാവൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. 1 മണിക്കൂറിലധികം നീണ്ട സാഹസിക രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത്. കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ആളപായമില്ല. യാത്രക്കാർ അത്ഭുതകരമാകരം രക്ഷപ്പെട്ടു. കണ്ണൂർ താണ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചത് വേറിട്ടൊരു ജന്മദിനാഘോഷം. മലമ്പാമ്പുകൾക്കൊപ്പം ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇടുക്കി മാങ്കുളത്ത് ഫോട്ടോഗ്രാഫർമാർക്ക് മർദ്ദനം. വിവാഹ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫർമാരെയാണ് വധുവിന്റെ ബന്ധുക്കൾ മർദ്ദിച്ചത്. മമ്മൂട്ടിയെ മോഹൻലാലിനെയും പോലെ ഉയർന്നു വരാൻ കഴിവുള്ള ഒരു നടനാണ് ഫഹദ് ഫാസിൽ എന്ന് ഉർവശി. സ്വന്തം മാതാവിനെ മൺവെട്ടിക്കൊണ്ട് തലക്കടിച്ചു കൊന്നു. കാസർഗോഡാണ് സംഭവം നടന്നത്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന കൂട്ടായ്മയുടെ ഭാഗമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് ആക്കുക എന്ന BJPയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ ഇത് അംഗീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും വൻ വികസനത്തിലുള്ള സാധ്യതകളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗേറ്റ് ദേഹത്ത് മറിഞ്ഞു വീണ് പിഞ്ചുകുട്ടി മരണപ്പെട്ടു. കാസർഗോഡാണ് സംഭവം. ബന്ധുവീട്ടിൽ കുട്ടികളോടൊത്ത് കളിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും 3 പെൺകുട്ടികളെ കാണാതായി. ശബരിമല ഡ്യൂട്ടിക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെ CPO അമൽ ജോസാണ് മരണപ്പെട്ടത്. അപ്പാച്ചിമേട്ടിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പമ്പയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിസ്ഥിതി ദുർബല പ്രദേശ വിജ്ഞാപനം. കേരളത്തിന്റെ കരട് നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അനുവദിക്കില്ല. EP ജയരാജൻ. MLA PV അൻവറിനെ ഉദ്ദേശിച്ചുള്ള ഒരു ഒളിയമ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.